ഹലോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചല്ലെങ്കിൽ കുറച്ച് ദൂരം നമ്മളെ നാട്ടിൽ കുറച്ച് ദൂരം ബട്ട് പോയേ പറ്റൂ അങ്ങനത്തെ ഒരു പ്ലേസ് വെച്ചിട്ട് എന്റെ കസിൻ ചൊല്ലും. അപ്പൊ ഞാൻ എന്താക്കി വിട്ടിട്ട് ആടെ ജാഗ അവിടെ നോക്കുമ്പോ നമ്മളെ മൈസൂരിന്ന് കുറച്ച് മുമ്പ് ഉൻസൂർ ചെന്ന ജാഗ. അപ്പൊ ഉൻസൂരിലും ആടെ ദർഗാ കേട്ടെങ്കിൽ ദർഗാ ചെന്നൊരു നഗറുണ്ട്. അപ്പൊ ആ ദർഗാ ചെന്ന നഗരത്തിലായിട്ടിരിക്കുന്ന വലിയൊരു മഹാൻ ബീവിന്റെ ദർഗുള്ളു. അപ്പൊ അവിടേക്ക് ഞാൻ എന്താക്കി ഗാഡി എടുത്തൊരു ഭർത്തായി എങ്ങനെ പോയിട്ട് ഒരു മൺറൂട്ടിലെല്ലാം എത്തി. ആ മൺറൂട്ടിൽ കാണുമ്പോ പണ്ടത്തെ വൈബെല്ലാം കിട്ടി. എന്തായാലും പണ്ട് എത്തിന ഗാഡിയായിട്ടുണ്ടായി. ആ എത്തിന ഗാഡി ഞങ്ങൾ എതിരിൽ തന്നെ പാസ്സായി. പിന്നെ അവിടെ കൾച്ചർ എങ്ങനെ അല്ലെങ്കിൽ ചെറിയ ചെറിയ പൊരയും കോൺക്രീറ്റ് ഇല്ലാത്ത റൂട്ടും പിന്നെ പൊരന്റെ എതിരിൽ തന്നെ പയ്യും അതിന്റെ കെതയും ആൾക്കാർ അതിനെ ഒരു നോക്കുന്ന രീതിയും ബാരിഷൊക്കെ അവിടുന്ന് എങ്ങനെ മുന്നേക്ക് എത്തിയിട്ട് ലാസ്റ്റ് ദർഗത്തേക്ക് എത്തി. ദർഗ നോക്കിയെങ്കിൽ അടിപൊളി പ്ലേസും അടിപൊളി കുറെ മഹാന്മാരുടെ ദർഗ ജാഗയിൽ ഞാൻ കണ്ട. ഇവിടെ അറിയപ്പെടുന്ന ഒരു ബീബിന്റെ ദർഗാ ജഗത്ത് അറിയപ്പെടുന്നു. അപ്പൊ ഈ ജാഗക്ക് ആരെല്ലാം പോയിനാര്, ഈ മഹാൻ ബീബിന്റെ ദർഗത്ത് ആരെല്ലാം പോയിനാര് താതെ ചെറുട്ട് കമന്റ് ഇടാവല്ലേ. അപ്പൊ നിങ്ങളും പോയി ചെറുട്ട് ഞാൻ അവിടെ ജസ്റ്റ് പോയോടുന്ന് നിങ്ങൾക്കും വീഡിയോ ആക്കിയിട്ട് കാണിക്കുന്നത്. നല്ലൊരു വൈബുള്ള പ്ലേസ്, നല്ലൊരു രാത്തുള്ള പ്ലേസ്, കുറെ മഹാന്മാര്. ഓരോ മക്ബർ എത്രയോ ഉദ്ദുണ്ട്, ഓരോ മക്ബർ അത്രയോ ഉദ്ദുണ്ട്. അപ്പൊ ഈ മക്ബർ എല്ലാം നിങ്ങൾ ഒരിക്കൽ ഉൻസൂർ ജാഗക്ക് പോകുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് അവിടെ സിയാർത്താക്കിയിട്ട് വരും. അപ്പൊ എന്റെ ഈ ചാനൽ നിങ്ങൾ ആരെല്ലാം സബ്സ്ക്രൈബ് ആക്കുന്നില്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കിയെങ്കിൽ മാത്രം നമുക്ക് മുമ്പോട്ട് പോകാനാണ്. അപ്പൊ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വോയിസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓൾമോസ്റ്റ് ആൾക്കാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയേ പറ്റും. അപ്പൊ സബ്സ്ക്രൈബ് ആക്കാനെ മറക്കണ്ട. അപ്പൊ ഇതായിട്ടിരിക്കുന്ന ഈ മഹാൻ ദർഗന്റെ ഉൾഭാഗം, ആ പല്ലിന്റെ ഉൾഭാഗത്തിന്റെ ഫുള്ള് കാണിച്ചുകൊണ്ടുള്ളത്. അവിടുന്ന് അങ്ങനെ എല്ലാം ദർഗ സിയാർത്തെല്ലാം ആക്കി ഞമ്മളെ നാട്ടിലേക്ക് പുറത്തായി. അപ്പൊ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം വീഡിയോ കാണാം. ബൈ ബൈ.